ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ അനി ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ ചെന്ന് മുത്തശ്ശനോട് ഈ ഒരു ഡീലിന് പോകുന്നില്ലെന്നുള്ള കാര്യം പറയുവാണ്. എനിക്ക് അത്ര കോൺഫിഡൻസോട് കൂടി പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. തോൽക്കുമെന്ന് ഉറപ്പുള്ളൊരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി പുറപ്പെടാൻ പാടില്ല എന്ന് മുത്തശ്ശൻ പറയുന്നു. അപ്പോൾ പങ്കെടുത്തില്ലെങ്കിൽ പങ്കെടുത്തില്ലെന്നേ ഉള്ളൂ. പങ്കെടുത്തിട്ട് പിന്നിൽ പോയാലേ അത് നമ്മുടെ ആത്മവിശ്വാസം തകർക്കുമെന്നും സംസാരിച്ചുകൊണ്ടിരിക്കാം മുത്തശ്ശനും ദേവയാനിയും ജയനും ഇവരെല്ലാവരും കൂടി ചേർന്ന്. അപ്പോഴാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ നീ ഈ ഡീലിൽ പങ്കെടുക്കുന്നില്ലേ എന്ന് ജയൻ ചോദിച്ചു. അപ്പം ഇല്ല, ഞാൻ പങ്കെടുക്കുന്നില്ല. പങ്കെടുത്താലും തോൽവിയായിരിക്കും ഫലമെന്ന് നമ്മുടെ അനി. അത് ഉറപ്പാണെങ്കിൽ മാറി നിൽക്കുന്നത് നല്ലതെന്ന് മുത്തശ്ശനും. അപ്പോൾ എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ എന്ന് ദേവയാനി. പിന്നെ കഴിഞ്ഞ തവണ ബോംബെയിൽ വെച്ച് നടന്നതിനേക്കാളും വലിയ ഡീലല്ലേ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് ദേവയാനി ചോദിച്ചു. അതുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കുമ്പോൾ നല്ല കോൺഫിഡൻസ് വേണം, 100% കോൺഫിഡൻസ് എന്ന് മുത്തശ്ശൻ പറഞ്ഞു. ഇതൊക്കെ കേട്ട് നമ്മുടെ ജലജ സന്തോഷവതിയായിട്ട് ഇങ്ങനെ സൈഡിൽ മാറി നിൽക്കുവാണ്. അതില്ലെങ്കിൽ നീ പോകേണ്ട കാര്യമില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവൻ MD സ്ഥാനം ഏറ്റെടുത്തതല്ലേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ. എന്തായാലും 1 വർഷത്തെ സമയം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. അതിനുള്ളിൽ കമ്പനിയെ മെച്ചപ്പെടുത്തിയാൽ മതിയെന്ന കാര്യം പറയുവാണ് നമ്മുടെ മുത്തശ്ശൻ. എനിക്ക് ഇതൊരു ഭാരമായിട്ടാണ് മുത്തശ്ശ തോന്നുന്നത്. എന്നെക്കൊണ്ട് കമ്പനി മെച്ചപ്പെടുത്താൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് സംശയമാണ് എന്നൊക്കെ അനി ഇരുന്ന് പറയുന്നു. ഇതൊക്കെ കേട്ട് ജലജയ്ക്ക് ഭയങ്കര സന്തോഷം. അപ്പം നീ എന്തൊക്കെയാ മോനെ പറയുന്നത്? ഇവൻ വെറുതെ പറയുന്നത് അച്ഛാ എന്ന് ദേവയാനി പറയുമ്പോൾ, വെറുതെ ആണെങ്കിലും അല്ലെങ്കിലും ഇവന് കൊടുത്ത സമയം കഴിഞ്ഞാൽ എനിക്ക് മറ്റു ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് മുത്തശ്ശൻ. അപ്പോൾ ഇപ്പോൾ ഉണ്ടായ തിരിച്ചടികൾ ഇവനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് ജയൻ. നമ്മളിപ്പോൾ 1ാം സ്ഥാനത്ത് നിന്ന് വളരെ താഴെ പോയെന്നും അത് തലപ്പത്തിരിക്കുന്നവരുടെ കോൺഫിഡൻസ് തകർക്കുമെന്നും മുത്തശ്ശൻ പറയുക. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഈ ബിസിനസ്സിലാണെങ്കിലും അത് അങ്ങനെ തന്നെയാണെന്ന കാര്യവും പറഞ്ഞു. ആ ആത്മവിശ്വാസമാണ് വിജയത്തിൻ്റെ അടിത്തറ. തോക്കുമ്പോഴും ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാകണം. അടുത്ത തവണ വിജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ഇവനത് തീരെ ഇല്ല. അച്ഛാ, ഇപ്പോഴത്തെ ഈ ഒരവസ്ഥയിൽ ജ്വല്ലറിയെ തോൽപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല അച്ഛാ എന്ന് ജലജ. ആ നിലയ്ക്ക് പോയി നാണം കെടാത്തത് തന്നെയല്ലേ നല്ലത്. അപ്പം നിന്നെ ഇപ്പം ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോന്ന് ചോദിച്ചു ദേവയാനി. അല്ല, ഞാൻ മൂർത്തി ജ്വല്ലറി തോറ്റു എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണ്ട എന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ. അത് കേട്ടപ്പോൾ അനിയൊക്കെ ഇങ്ങനെ നോക്കുക. നീ എപ്പോഴും കുടുംബത്തിൻ്റെ നമ്മുടെ കമ്പനിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ സംസാരിക്കാറുള്ളൂ. അതൊരു ഭാഗ്യമായ കാര്യം തന്നെയാണ് കേട്ടോ എന്ന് മുത്തശ്ശൻ്റെ ഭാഗ്യം ഒരാക്കി പറച്ചിലും കൂടി. അനി, നീയാണിപ്പോൾ മൂർത്തി ജ്വല്ലറിയുടെ MD. അവിടെ നിനക്ക് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാം. ആ തീരുമാനത്തെ ഞങ്ങൾ ആരും എതിർക്കുകയില്ല. പക്ഷേ നീ എടുക്കുന്ന ഓരോ തീരുമാനവും വ്യക്തമായ ധാരണയോടുകൂടി ആയിരിക്കണമെന്നും അതൊരിക്കലും നമ്മളെ തിരിച്ചു കുത്തുന്നതാവരുതെന്നും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇല്ല മുത്തശ്ശ, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നും പറഞ്ഞ് നമ്മുടെ അനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ ഇതൊക്കെ കേട്ട് സന്തോഷത്തോടുകൂടി ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് അച്ഛ, അവന് പകരം ആ ഡീലിൽ ഞാൻ പങ്കെടുത്താലോ എന്ന് ജയൻ ചോദിക്കുമ്പോൾ വേണ്ട, അവൻ എൻ്റെ കൊച്ചുമോനാണെങ്കിലും MDക്ക് മുകളിൽ അതിന് താഴെയുള്ളവർ ചിന്തിക്കണ്ട എന്ന് മുത്തശ്ശൻ ജയനോട് പറയുക. അവൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അന്തിമ തീരുമാനമാണ്. അത് മറികടന്നുകൊണ്ട് ഇനി ഞാൻ പോലും അവിടെ പോകാൻ പാടില്ല എന്ന് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നു. അയ്യോ, ജലജയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അബി ഇങ്ങനെ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും എന്തേ കോള് വന്നു കഴിഞ്ഞു. ഇവരെന്തിനാണോ വിളിക്കുന്നത്? എൻ്റെ അച്ഛനെ വിഷമിപ്പിച്ചതിന് ശേഷം എനിക്ക് അവരോട് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക. അപ്പം എന്നിട്ട് കോൾ എടുത്തു. ഹലോ മോനെ, എടാ ഒരു സന്തോഷ വാർത്ത പറയാനാടാ ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അമ്മേ കാര്യം? എടാ, ആദർശിനുള്ള ധൈര്യം എനിക്കില്ലടാ. അതുകൊണ്ടേ ആ ഡീലിൽ അവൻ പങ്കെടുക്കുന്നില്ലെന്നാ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അവൻ അങ്ങനെ പറഞ്ഞോ എന്ന് അഭി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മൂർത്തി ജ്വല്ലറിയുടെ MD ഇത്തവണ ആ ഡീല് നടക്കുന്ന സ്ഥലത്ത് വരത്തില്ല എന്നാ പറഞ്ഞത്. നന്നായി. പക്ഷെ അവൻ വന്നിരുന്നെങ്കിലേ എൻ്റെ മുന്നിൽ അവൻ തല താഴ്ത്തിയിരിക്കുന്ന കാഴ്ച എനിക്ക് കാണാമായിരുന്നു എന്ന് അഭി. അതേതായാലും നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഈ കാര്യം അച്ഛനോടൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു. അച്ഛനോടോ? അല്ല, അത് പിന്നെ അച്ഛൻ എന്ന് പറഞ്ഞതേ ഡേവിഡ് സാറിനെ ആയിരുന്നു എന്ന് പറഞ്ഞു. ഓ അല്ല, അദ്ദേഹം എനിക്കിപ്പോൾ അച്ഛനെ പോലെയാണല്ലോ. ഞാനിടയ്ക്ക് അദ്ദേഹത്തെ അച്ഛ എന്നൊക്കെ വിളിക്കാറുമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ നീ അച്ഛാന്നോ അമ്മാവാന്നോ എന്താന്ന് വെച്ചാൽ വിളിച്ചോ. കാരണമേ അദ്ദേഹമാണ് ഇപ്പം നമ്മളുടെ ദൈവം. അപ്പോൾ അതെ, അദ്ദേഹം തന്നെയാണ് എൻ്റെ ദൈവം എന്നും പറഞ്ഞ് അഭി ഇങ്ങനെ പറയുക. എന്നാൽ ശരി അമ്മ, വെക്കുവാണേ എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് ഇവൻ അച്ഛനെ വിളിച്ചു. അപ്പോഴത്തേക്ക് അഭിയും ഡേവിഡും ഒക്കെ കൂടെ അവളെ കിടന്ന് തുള്ളി ചാടി ചിരിക്കുക. ഭയങ്കര സന്തോഷം. കൂട്ടത്തിൽ നാഗേന്ദ്രനും ഉണ്ട്.
കൈ അടിച്ചാ സന്തോഷിക്കുന്ന മൂന്നെണ്ണങ്ങളും കൂടെ. അവൻ്റെ മുത്തശ്ശൻ തന്നെ പറഞ്ഞു കാണും പോയി നാണം കെടണ്ടാന്ന്. അതുകൊണ്ടാണ് അവൻ വിട്ടു നിൽക്കുന്നതെന്ന കാര്യം നാഗേന്ദ്രൻ പറയുന്നു. ഭയങ്കര സന്തോഷം ഇവർക്ക്. ഡേവിഡേ, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിസൈൻസൊക്കെ ഭംഗിയാക്കാൻ ആ മാളവികയോട് പറയണം എന്ന് പറയുവാണ്. പിന്നെ മാളവിക കളക്ഷൻസ് എന്ന് പറഞ്ഞ് അവർക്കത് അയച്ചു കൊടുക്കുകയും വേണം. പിന്നെ അവരെല്ലാം കണ്ട് തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ ഡീൽ എളുപ്പമാകുമെന്നും പറഞ്ഞു. അപ്പം അതിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട് സാറേ എന്ന് ഡേവിഡ് പറയുക. പിന്നെ എല്ലാം ഇപ്പം മാനേജറെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും പറഞ്ഞു. മാനേജറാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. മോനെ മിടുക്കന, ജ്വല്ലറി ബിസിനസ്സിൽ കിടന്ന് കുത്തിമറിഞ്ഞ കൂട്ടത്തിലാണ്. പക്ഷേ അവിടെ ചില തിരുമറികളൊക്കെ നടത്തി. അതാ ആകെ കുഴപ്പമായതെന്ന കാര്യം അച്ഛൻ മകനോട് പറയുന്നു. മകൻ അന്നേരം ഇങ്ങനെ ഇരിക്കുക, എൻ്റെ മോനല്ലേ, അപ്പം അതൊക്കെ ഉണ്ടാകും എന്ന് വെച്ച് കമ്പനിയിൽ നിന്ന് ഇവനെ പുറത്താക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതിപ്പം നന്നായില്ലട മോനെ. അതുകൊണ്ടല്ലേ നിനക്ക് പ്രതികാര ബുദ്ധിയോടെ AN ജ്വല്ലറിയിലേക്ക് വരാൻ തന്നെ പറ്റിയതെന്ന് അച്ഛൻ പറയാം മോനോട്. അതിനെ തടയാൻ മൂർത്തിക്കും കുടുംബത്തിനും കഴിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞു. മൂർത്തി ജ്വല്ലറി ഇപ്പോഴത്തെ MD ആ അനിയാണ് എന്നെ പുറത്താക്കിയതെന്ന് മകൻ അച്ഛനോട് പറയുന്നു. അതുകൊണ്ട് തന്നെ അവൻ MD ആയിട്ട് ഇരിക്കുമ്പോൾ ആ കമ്പനി തകരണം. അതാണ് അച്ഛ എൻ്റെ ആഗ്രഹം എന്ന് അബി അച്ഛനോട് പറയുമ്പം ആദർശമുള്ളപ്പോൾ ഒരു മത്സരബുദ്ധിയെങ്കിലും ഉണ്ടായിരുന്നു. ഇവൻ അതുപോലും ഇല്ലല്ലോ എന്ന് ഡേവിഡ് എന്ന് കരുതി അവനെ നിസാരമായിട്ടൊന്നും കാണണ്ട. അവൻ പതുങ്ങിയിരിക്കുന്നെങ്കിലും ഒരവസരം ഉണ്ടാക്കി പുറത്തു വരുമെന്ന് നാഗേന്ദ്രൻ പറഞ്ഞു കൊടുക്കുക. ആദർശ് എന്ന് പറയുന്നവനെ പുറത്ത് വെറുതെ ഇരിക്കുകയാണെന്ന് നമ്മൾ ധരിക്കരുതെന്നും അവനും ആ നന്ദു എന്ന് പറയുന്ന ആ പെണ്ണും കൂടിയാണ് നമ്മുടെ പല സംഭവങ്ങളും പൊളിക്കാൻ ശ്രമിക്കുന്നതെന്ന് നാഗേന്ദ്രൻ. ആ നന്ദുവിനെ കൈകാര്യം ചെയ്യണോ അച്ഛാ എന്ന് പറയുമ്പം അതൊക്കെ നമുക്ക് ശരിയാക്കാടെ മോനെ, ഈ ഡീലും കൂടി ഒന്ന് കഴിയട്ടേടാ. അതോടെ നമ്മുടെ ഷെയർ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറം എത്തും എന്ന് മാത്രമല്ല അവിടെ പങ്കെടുക്കുന്ന പലർക്കും അതിന് ഗുണമുണ്ടാവുകയും ചെയ്യുമെന്ന കാര്യവും പറയുവാണ്. പിന്നെ ഞാനിപ്പോൾ മൂർത്തി ജ്വല്ലറി ഒഴിച്ച് മറ്റ് ലീഡിംഗ് ജ്വല്ലറിയുമായിട്ടൊക്കെ ഒരു ടൈപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണെന്നും അതുകൊണ്ടാണ് ഇത്തവണ മൂർത്തി ജ്വല്ലറി 4ാം സ്ഥാനത്തേക്ക് പോയതെന്നും ഇയാൾ പറയുന്നു. ഇനി നമ്മളാടാ ഇവിടെ ജ്വല്ലറി ബിസിനസ് നിയന്ത്രിക്കാൻ പോകുന്നത്. ഓൾ കേരള ജ്വല്ലറി ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായിട്ട് മിക്കവാറും ഡേവിഡിനെ നിയമിക്കാനുള്ള സാധ്യതയുണ്ടെന്ന കാര്യവും പറയുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ ഡേവിഡിന് ഭയങ്കര സന്തോഷം. ആ സ്ഥാനങ്ങളൊക്കെ പിന്നീട് നിനക്ക് വരും മോനെ എന്ന് അച്ഛൻ. അതുകൊണ്ടാണ് ഈ ഡീല് നടക്കുന്ന ദിവസം ഇയാൾക്കൊപ്പം നീ പോകണമെന്ന് ഞാൻ പറഞ്ഞത്. അതൊരു തുടക്കമായിട്ട് നീ കൂട്ടിയാൽ മതിയെന്നും അച്ഛൻ മകന് പറഞ്ഞു കൊടുക്കാം. ഇനി ഇതുപോലുള്ള എല്ലാ സംരംഭങ്ങളിലും നീ ആയിരിക്കും മുന്നിൽ നിൽക്കാൻ പോകുന്നത്. നിന്നെ പുറത്താക്കിയവൻ്റെ മുന്നിൽ നീ ഇനി പുറം തിരിഞ്ഞ് നിൽക്കില്ല മോനെ, തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കുമെന്ന കാര്യവും പറഞ്ഞ് മകനെ അച്ഛൻ ഇങ്ങനെ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് കയറ്റി അങ്ങ് കൊണ്ടുപോവുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നയന റൂമിലിരിക്കുന്നു. അപ്പോൾ ആദർശ് അങ്ങോട്ടേക്ക് വന്നു. അപ്പം നയന എന്തോ കഴിച്ചുകൊണ്ടിരിക്കുക. നാളെ എന്ത് വില കൊടുത്തും ഈ ഡീല് നമുക്ക് നേടണമെന്നും ആ ഡേവിഡിനൊപ്പം അഭിയും ഈ ഡീലിൽ പങ്കെടുക്കുന്നുണ്ട്. സാധാരണ അങ്ങനെ സംഭവിക്കേണ്ടതല്ല. അഭിക്ക് AN ജ്വല്ലറി ആയിട്ട് എന്താ ബന്ധമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ആദർശ് നയനയോട് പറഞ്ഞു. അവരിത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം എന്താ? അതറിഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ കള്ളക്കളികൾ നമുക്ക് കൂടുതൽ വ്യക്തമാകുമെന്നും ആദർശ് പറയുക. ഈ ഡേവിഡ് ബിനാമിയാണെന്നാണല്ലോ ആദർശേട്ടൻ പറയുന്നത്. ഇനി നാളെ അബി ആ കമ്പനിയുടെ MD വല്ലതും ആവുമെന്ന് നയന ചോദിക്കുമ്പം അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. കുറുക്കന്മാരുടെ ഒരു സങ്കേതമാണ് ഈ AN ജ്വല്ലറി എന്ന് പറയുന്നത്. അതുകൊണ്ട് അതല്ല, അതിനപ്പുറവും വേണമെങ്കിലും സംഭവിക്കുമെന്നും ആദർശ് പറയുക. പക്ഷേ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഈ AN ജ്വല്ലറിയുടെ തലപ്പത്തുള്ള ആളും അഭിയും തമ്മിൽ എന്തോ ആത്മബന്ധം ഉണ്ടെന്ന് വേണം കരുതാനെന്ന് ആദർശ് പറഞ്ഞു. അല്ല, ഈ അജ്ഞാത മെസ്സഞ്ചർ അതും നമുക്ക് വെളിപ്പെടുത്തി തരുമായിരിക്കുമെന്ന് നയനെ ചോദിക്കുമ്പം മാളവികയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അഭിയെ നന്നായിട്ടൊന്ന് വാച്ച് ചെയ്യണമെന്നുള്ളത്. മാളവിക ഇപ്പോൾ അവിടുത്തെ നമ്പർ 1 ഡിസൈനർ ആയതുകൊണ്ടേ നവ്യയെ വിട്ടിട്ട് അഭി അവൾക്ക് പിന്നാലെയാണെന്നും നിനക്കറിയാവല്ലോ. അവൻ പ്രണയിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിനെ വീഴ്ത്താൻ വേണ്ടി എന്തും ചെയ്യുമെന്ന കാര്യവും ആദർശ് നയനോട് പറഞ്ഞു. ഇവിടെ മാളവിക വിവാഹിതയാണെന്നുള്ള കാര്യം അവൻ അറിയത്തില്ല. അവൻ്റെ എല്ലാ സ്വഭാവങ്ങളും അറിയാവുന്ന മാളവിക അവനെ പ്രണയക്കെണിയിൽ വീഴ്ത്തി കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലുള്ള എല്ലാ രഹസ്യങ്ങളും പുറത്തു വരുമെന്നുള്ള കാര്യം പറഞ്ഞു. അതിനവനെ പ്രോത്സാഹിപ്പിക്കാൻ ആദർശേട്ടൻ മാളവികയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവളത് നീറ്റായിട്ട് കൈകാര്യം ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് ആദർശ് പറഞ്ഞു. എന്നാലും എൻ്റെ സ്വഭാവം ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ ആദർശേട്ട. നവ്യേച്ചി അവനെ ജീവന തുല്യം സ്നേഹിക്കുന്ന സമയത്താണ് അവൻ്റെ മനസ്സ് മറ്റൊരിടത്തേക്ക് ചായുന്നത്. അല്ലെങ്കിൽ തന്നെ അതൊക്കെ സംഭവിക്കണം. നിന്റെ അമ്മ ഒരു സത്യം നവിയോട് പറഞ്ഞപ്പോൾ അവളത് വിശ്വസിച്ചില്ലല്ലോ. ഇനി അവൾ കൺമുന്നിൽ ചില കാഴ്ചകളൊക്കെ കാണട്ടെ.
അതല്ലേ നല്ലത്. മാളവിക അവനോട് അടുപ്പം കാണിക്കുമ്പം അവരുടെ പ്രണയം നവ്യ മനസ്സിലാക്കും. അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം അത് മാളവിക ഉണ്ടാക്കും. അതോടെ നമ്മൾ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് കുറച്ചെങ്കിലും നവ്യയ്ക്ക് ബോധ്യപ്പെടുമെന്ന കാര്യം ആദർശ് പറയുക. അവിടെ മുതൽ അവൾ ചിലപ്പോൾ ബുദ്ധിയുള്ള പെൺകുട്ടികളെ പോലെ പെരുമാറിയെന്നും വരുമെന്ന കാര്യവും ആദർശ് പറഞ്ഞു. എന്തായാലും ഇതിൻ്റെയൊക്കെ തുടക്കമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ ഒരു മത്സരം. അവിടെ അനി ജയിച്ചാൽ എതിരാളികൾ തളർന്നു തുടങ്ങുമെന്ന കാര്യം ആദർശ് പറഞ്ഞു. തോറ്റവന് ജയിക്കാൻ പിന്നെ പ്രയാസമില്ല, എന്നാൽ ജയിച്ചവൻ അത് നിലനിർത്താനേ വലിയ പാടാണെന്ന് ആദർശ് പറഞ്ഞു. അങ്ങനെ ഇവർ ആ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ അനി ആ ഇതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയുവാണ് അവിടെ ഇരുന്നേ. അത് നമുക്ക് വല്ലാത്ത ക്ഷീണം ഉണ്ടാക്കുമെന്ന് മുത്തശ്ശൻ ഇങ്ങനെ മുത്തശ്ശിയോട് പറഞ്ഞു. പിന്നെ ഞാനൊന്നും പറയാത്തത് ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് ആദർശായിരിക്കുമെന്ന് മുത്തശ്ശൻ പറയാം. അവൻ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും അനിയോട് പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞതെന്നുള്ള കാര്യവും മുത്തശ്ശൻ പറഞ്ഞു. ഇവിടെയും AN ജ്വല്ലറി ആയിരിക്കും വിജയിക്കുന്നതല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം അതാണ് കഷ്ടം എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത്തേക്ക് ആരും കാണാതെ അനി ഓടി വരുവാണ് മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണാനായിട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം മുത്തശ്ശ, അതെ ഞാൻ ആ ഡീലിൽ പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞതേ വെറുതെ പറഞ്ഞതാ കേട്ടോ എന്ന് അനി വന്ന് പതുക്കെ ഇവരോട് രണ്ടുപേരോടും പറയാം. ആ സമയത്ത് അപ്പച്ചി അവിടെ ഉണ്ടായിരുന്നല്ലോ, അപ്പച്ചി കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് അനി ഇവരോട് പറയാം. അപ്പം മുത്തശ്ശൻ ഇങ്ങനെ ഒന്ന് ചിരിക്കുക. നമ്മൾ ആ ഡീലിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു ധാരണ പരത്തുകയായിരുന്നു എൻ്റെ ലക്ഷ്യമെന്നും അനി മുത്തശ്ശനോട് പറയുന്നു. പിന്നെ അത് എൻ്റെ ബുദ്ധി അല്ല കേട്ടോ, ആദർശേട്ടൻ എനിക്ക് ഉപദേശിച്ച് തന്നതാ കേട്ടോ എന്നും അനി ഇങ്ങനെ മുത്തശ്ശനോട് പറഞ്ഞു. മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷം. എന്നെ ഈ ഡീലിൽ പങ്കെടുക്കാൻ പിന്നിൽ നിന്ന് സഹായിക്കുന്നതും ആദർശേട്ടനും നയനേടത്തെയും കൂടിയാണെന്ന കാര്യവും അനി പറയണു. പിന്നെ കമ്പനിയുടെ MD എന്നുള്ളൊരു നിലയിൽ ഞാൻ ഇതിൽ അറ്റൻഡ് ചെയ്യുന്നു മാത്രം. നീ നിൻ്റെ മിടുക്കൊണ്ട് ഈ ഡീലിൽ വിജയിച്ചാൽ നിനക്ക് കൊള്ളാവെന്നും കമ്പനിക്കും കൊള്ളാവെന്നും മുത്തശ്ശൻ പറയാം കേട്ടോ. പിന്നെ അല്ലാതെ കമ്പനിയെ താഴോട്ട് വലിച്ചു വരുത്തേണ്ട സഹായം തേടിയാൽ നിനക്ക് എത്രത്തോളം വിജയിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. മുത്തശ്ശ, എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുത്തുള്ള പരിചയമൊന്നും ഇല്ലല്ലോ എന്ന് പറയാം. എങ്കിൽ പരിചയമുള്ളവർ ഇവിടെയുണ്ട്, നിൻ്റെ അച്ഛനും വല്യച്ഛനും ഒക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിനക്ക് അവരോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അതിന് പകരം നീ എന്തിനാ ആദർശനെ പോയി കാണുന്നത് എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുക അനിയോട്. തോറ്റവനെ ഫോളോ ചെയ്യുന്നത് അത്ര നല്ല രീതിയല്ല കേട്ടോ എന്ന് പറഞ്ഞപ്പം ആ കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട് മുത്തശ്ശ എന്ന് അനി മുത്തശ്ശനോട് കട്ടായോ അങ്ങ് പറഞ്ഞു. എനിക്ക് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ആദ്യം സഹായം തേടുന്നത് ആദർശേട്ടനോട് തന്നെയാണെന്ന് അനി പറഞ്ഞു. അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും ഇപ്പം നമ്മുടെ കമ്പനിക്ക് ഉണ്ടെന്ന് മുത്തശ്ശൻ. AN ജ്വല്ലറിയുടെ തൊട്ട് താഴെയൊന്നും അല്ലല്ലോ നമ്മുടെ കമ്പനി, ഇപ്പം അതിലും താഴെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഡീല് വിജയിക്കാൻ വേണ്ടിയിട്ട് കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് മുത്തശ്ശ എന്ന് പറഞ്ഞു. ആ ഞങ്ങളിൽ നീയും നിൻ്റെ അച്ഛനും വല്യച്ഛനും ഞാനും ഒക്കെ മതിയെന്നും ആദർശ് വേണ്ട എന്നും മുത്തശ്ശൻ പറയാം. ഇവൻ ആദർശിൻ്റെ സഹായം തേടുന്നതിൽ ഇദ്ദേഹത്തിന് ഇപ്പം എന്താ കുഴപ്പമെന്ന് ചോദിച്ചു മുത്തശ്ശി. അപ്പോൾ വിജയിക്കാൻ വേണ്ടി ആരുടെ സഹായം തേടുന്നതിലും കുഴപ്പമൊന്നുമില്ല വസുന്ധരെ, പക്ഷേ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് MD സ്ഥാനം നഷ്ടപ്പെട്ട ഒരാളുടെ ആ ഒരു സഹായം തേടുന്നത് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു. മുത്തശ്ശ, ഒരു കാര്യം മുത്തശ്ശ മനസ്സിലാക്കിക്കോ, ഈ ഡീൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് എൻ്റെ വിജയം ആയിരിക്കില്ല, ആദർശേട്ടൻ്റെ നയനേടത്തിയുടെ വിജയം ആയിരിക്കും എന്ന കാര്യം അനി ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പം അനി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ മുത്തശ്ശി ഭയങ്കര ചിരി. കണ്ടോ, അത് പിന്നെ അവൻ പറയാതെ തന്നെ എനിക്കറിയില്ലേ, ആദർശ് വെറുതെ ഇരിക്കില്ലെന്ന് എനിക്കറിയത്തില്ലേ എന്ന് മുത്തശ്ശൻ പറയാം. ഇപ്പം തന്നെ നീ കണ്ടില്ലേ, ഈ ഡീലിൽ പങ്കെടുക്കില്ല എന്നുള്ളൊരു ധാരണ പരത്താൻ അവനെ ഉപദേശിച്ചത് ആദർശാണെന്ന് പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിച്ചു. മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമേ. അതങ്ങനെ തന്നെ അങ്ങ് ഇരിക്കട്ടെ. മുംബൈയിൽ വെച്ച് അവനൊരു വലിയ ചതി പറ്റിയെന്നും ആ ചതി എനിക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇവിടെ അങ്ങനെ ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തതെന്നുള്ള കാര്യവും മുത്തശ്ശിയോട് പറഞ്ഞു കൊടുക്കുക. ഇവിടെ ഒരു കുറുക്കനുണ്ട്, അവൻ്റെ ഭാര്യയും. അവർ രണ്ടുപേരും AN ജ്വല്ലറിയുടെ ശമ്പളം പറ്റുന്നവരാണ്. അനി ഈ ഡീലിൽ പങ്കെടുക്കുന്നില്ല എന്ന് ജലജ അറിഞ്ഞതുകൊണ്ട് ഇപ്പം അഭിയും അത് അറിഞ്ഞിട്ടുണ്ടാകുമെന്നും അതിൻ്റെ തലപ്പത്തുള്ളവരും അത് അറിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അവരൊക്കെ അങ്ങ് സന്തോഷിക്കട്ടെ നീ, ആർത്ത് ചിരിക്കട്ടെ നീ. അതിനിടയിൽ ചേട്ടനും അനിയനും കൂടി ഈ ഡീൽ വിജയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുമെന്ന് മുത്തശ്ശിയോട് പറയുന്നു. എൻ്റെ മനസ്സ് പറയുന്നത് ഈ ഡീൽ നമുക്ക് തന്നെ കിട്ടുമെന്നാണെന്ന് പറഞ്ഞ് മുത്തശ്ശൻ പറയാം. അവനുണ്ടായ വഞ്ചനയ്ക്ക് അങ്ങനെ തന്നെയാണ് തിരിച്ചടി കൊടുക്കേണ്ടതെന്നും മുത്തശ്ശിയോട് പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയൻ നന്ദുവിനെ ആട്ടോ. അവർ ഫോണിൽ സംസാരിക്കപ്പോൾ ഡീലിനെ പറ്റി പറയുവാണ്. നെഞ്ചിരിപ്പോടെയാണ് ഞാൻ അതിന് പോകുന്നത്, നീ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ എന്നൊക്കെ അനി പറയുമ്പം പ്രാർത്ഥന മാത്രമല്ല വഴിപാടും നടത്തുന്നുണ്ട്. പിന്നെ ആദർശേട്ടന് നയനേച്ചിയല്ലേ നിൻ്റെ പിന്നിൽ, പിന്നെ അതുകൊണ്ടേ നിനക്ക് അടിയിൽ കിട്ടും ഉറപ്പാന്ന് പറഞ്ഞപ്പോൾ കിട്ടണം. അതോടെ മൂർത്തി ജ്വല്ലറി പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുമെന്നാ ആദർശേട്ടൻ്റെ കണക്ക് കൂട്ടൽ എന്ന് അനി പറയുമ്പം ഉറപ്പായിട്ടും വരുവേടാ.
സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് അധികം പരീക്ഷണമൊന്നും നേരിടേണ്ടി വരില്ല എന്ന് പറഞ്ഞു നന്ദു. അപ്പം ഞാൻ അതിൽ പങ്കെടുക്കില്ല എന്നുള്ളൊരു ധാരണ വരുത്തിയിട്ടുണ്ടെന്നും എന്തായാലും നമ്മളെപ്പറ്റി ആരും ചിന്തിക്കാനുള്ള സാധ്യതയില്ല എന്നും അനി പറയുക. അവസാന നിമിഷമായിരിക്കും ഞാൻ കയറി ചെല്ലാൻ പോകുന്നതെന്നും അനി പറയണു. പിന്നെ നാളെ അവനും പങ്കെടുക്കുന്നുണ്ട്, ആ അബി എന്ന് പറയുന്നവൻ. സാധാരണ ജ്വല്ലറിയുടെ MD-മാരല്ലേ ഇതിലൊക്കെ പങ്കെടുക്കുന്നത്, പിന്നെ അവൻ എന്തിനാ അവിടെ വരുന്നതെന്ന് നന്ദു ചോദിക്കുമ്പം അതാണ് ഞങ്ങൾക്കും മനസ്സിലാകാത്തതെന്ന് പറഞ്ഞു. അവൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം ബന്ധം AN ജ്വല്ലറിയായിട്ട് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു നന്ദു. അതെന്താണെന്ന് ഉടനെ കണ്ടെത്തണമെന്നും. അങ്ങനെ ആ കാര്യം ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കനക അങ്ങോട്ടേക്ക് വന്നു. അതെ അമ്മ വരുന്നുണ്ട്, ഞാൻ വെക്കുവാണേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു ഫോൺ അങ്ങ് കട്ട് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്കും കനക ആരാടി ഇപ്പം വിളിച്ചത് നോക്കട്ടെ. അപ്പം ഞാൻ നവീനേട്ടനെയാണ് വിളിച്ചതെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ നീ എന്നെ കണ്ടപ്പോൾ ഫോൺ കട്ട് ചെയ്തേ? അമ്മ ഞാൻ കട്ട് ചെയ്തതല്ല, നവീനേട്ടനാ ഫോൺ അവിടെ കട്ട് ചെയ്തത്. ഓ, ഈ സമയത്ത് നവീൻ എന്തിനാ നിന്നെ വിളിച്ചത്? ഞങ്ങൾ ഈ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ചിലപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്തും നവീനേട്ടൻ വിളിച്ചിട്ടുണ്ടല്ലോ, ഞാൻ അങ്ങോട്ടും വിളിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞ് കനക കേസിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടത് അമ്മ എന്ന് പറയുമ്പം മറുവശത്ത് നവീൻ മോനായിരുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നവീൻ്റെ പേര് പറഞ്ഞിട്ട് ആ അനിയുമായിട്ടാണ് നീ സംസാരിച്ചതെങ്കിൽ കളി മാറും കേട്ടോ. ഞാൻ അവനെ വിളിച്ച് എൻ്റെ വായി വരുന്നതൊക്കെ പറയും. അവൻ അനന്തപുരിയിലെ പയ്യനാണോ മൂർത്തി ജ്വല്ലറിയുടെ MD ആണെന്നൊന്നും ഞാൻ നോക്കത്തില്ല കേട്ടോ. ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണം. അമ്മ വെറുതെ സംശയത്തിൻ്റെ പുറത്ത് ചുമ്മാ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു നന്ദു. അല്ല, നിന്റെ മൊബൈൽ റിങ് ചെയ്യുന്ന ശബ്ദമൊന്നും കേട്ടില്ലായിരുന്നല്ലോ. അതിന് ഇങ്ങോട്ടല്ല കോള് വന്നത്, ഞാൻ നവീനേട്ടനെ അങ്ങോട്ടാണ് വിളിച്ചതെന്ന് നന്ദു പറയുക. ദേ അമ്മേ, ഇങ്ങനെ കൊച്ചു കുട്ടികളോടെന്നതുപോലെ എൻ്റെ അടുത്ത് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യരുത് കേട്ടോ. ഞാനൊരു പോലീസ് ഓഫീസർ, SI ആണെന്നൊക്കെ നന്ദു. അതൊക്കെ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ, ഇവിടെ വരുമ്പോഴത്തേക്ക് നീ SI അല്ല പോലീസും അല്ല, ഞങ്ങളുടെ മോളാ. ഓ എൻ്റെ പൊന്നോ മോളെ, ഇതുപോലെ സംശയിക്കുന്നൊരമ്മ, അതുപോലത്തെ ഒരു അമ്മയാ എൻ്റെ അമ്മ. അങ്ങനെ സംശയിച്ചാലേ പറ്റുള്ളൂ. അതുപോലെയാണല്ലോ നന്ദൂട്ടാ പ്രവൃത്തികൾ. നോക്ക്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ഒരു കാര്യത്തിൽ മാത്രം എല്ലാം ക്ഷമിക്കുന്ന നിൻ്റെ അച്ഛനും ക്ഷമിക്കത്തില്ല കേട്ടോ. അനിയായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലേ നിൻ്റെ കാരണത്തൊന്ന് തരാനാണ് എന്നോട് ഗോവിന്ദേട്ടൻ പറഞ്ഞേക്കുന്നത്. അത് ഞാൻ ചെയ്യുകയും ചെയ്യും. അതിനുള്ള അവസരം എൻ്റെ മോളായിട്ട് ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കനക അതും പറഞ്ഞ് അവിടെ നിന്ന് പോയി. നന്ദു ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനക ഈ കാര്യം ഗോവിന്ദേട്ടനോട് എന്ന് പറഞ്ഞു. ഗോവിന്ദേട്ടനോട് എന്ന് പറഞ്ഞിട്ട് നവീനെ ഒന്ന് വിളിച്ച് വിവരം അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ആ സമയം ഗോവിന്ദേട്ടൻ പറഞ്ഞു, ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരുന്നതല്ലേ, അപ്പം ചോദിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം സത്യം പറഞ്ഞാലേ നമ്മുടെ ഒരു കുടുംബ സുഹൃത്തായിട്ട് മാറിയിരിക്കുക നവീൻ മോൻ എന്നൊക്കെ പറഞ്ഞപ്പം അതെ, എന്നാൽ പിന്നെ ഞാൻ ഇന്ന് വിളിക്കാം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കനക ഫോൺ എടുത്ത് വിളിക്കുവാണ്. അങ്ങനെ നവീനെ വിളിച്ചു. ഹലോ മോനെ, നവീൻ മോനെ. ഇല്ല ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചെന്നേ ഉള്ളൂ. ഇങ്ങോട്ടൊന്നും മോനെ ഇപ്പം കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടേ, ഞങ്ങൾ തമ്മിൽ എന്നും കാണുന്നതും സംസാരിക്കുന്നൊക്കെ ഉണ്ട്, ഞാനും നന്ദുവും തമ്മിലേ. പിന്നെ കുറച്ച് മുമ്പ് അവൾ എന്നെ വിളിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആണോ, വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നല്ലോ, അവൾ വിളിച്ചെന്ന് പറഞ്ഞായിരുന്നു എന്ന്. അപ്പോഴേക്ക് ഇവർക്കൊന്ന് ആശ്വാസം. പിന്നെ അന്ന് മോൻ പിറന്നാളിന് വന്നപ്പോഴേ സദ്യ ഒന്നും തരാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നെ ഇനി ഒരു ദിവസം മോന് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും വരണം കേട്ടോ. ഉച്ചഭക്ഷണം നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്ന് കനക പറഞ്ഞപ്പം അതും എപ്പോൾ വേണമെങ്കിലും വരാലോ ആൻറ്റി, കുഴപ്പമൊന്നുമില്ല. ഇപ്പം അത് പറയാനാണോ വിളിച്ചത്? അതെ, അത് മോനെ ഞാനിങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ മോൻ്റെ നമ്പർ വെറുതെ ഇങ്ങനെ കണ്ടേ, അപ്പം ചുമ്മാ ഒന്ന് വിളിച്ച് അന്വേഷിക്കാമെന്ന് വിചാരിച്ച് വിളിച്ചതാണെന്നും. മോൻ്റെ കല്യാണക്കാര്യമൊക്കെ എന്തായെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നവീൻ ഇനി എൻ്റെ കാര്യം വലുതും ഇവർ മനസ്സിൽ കരുതി കാണുമെന്ന് നവീൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക. ഇല്ലില്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആയിട്ടില്ല എന്ന് നവീൻ പറയാം. പിന്നെ വീട്ടിലെ യുദ്ധമൊക്കെ അറിയാമല്ലോ, എനിക്ക് പിടിക്കുന്നവരെ അമ്മയ്ക്ക് പിടിക്കില്ല, മറിച്ചും അതങ്ങനെ തന്നെയാണ്. അതിങ്ങനെ മത്സര ബുദ്ധിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം അതല്ല, അങ്ങനെ പോകുന്നതിനൊപ്പം വയസ്സും അങ്ങനെ പോവല്ലേ മോനെ. ഇന്നത്തെ കല്യാണങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ആൻറ്റി. പെണ്ണ് കിട്ടിയാലായി, അതേ ഉള്ളൂ എന്നും പറഞ്ഞു ഇങ്ങനെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. രണ്ടുപേരോട് വർത്താനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നന്ദു അനിയെ സ്വപ്നം കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥയെ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.